പണം തന്നെ സഹായിക്കാന്ന് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതല്ല. ഒരർത്ഥത്തിൽ അതെന്റെ കടമയാണ്. ജീവിതത്തിന് മുന്നിൽ എന്റെ അമ്മ പകച്ചു നിന്നപ്പോ അമ്മയ്ക്ക് സഹായം ചെയ്യാനുണ്ടായിരുന്നത് രണ്ട് പേരാ, ചെറിയമ്മയും ചെറിയച്ഛനും. ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടെങ്കിലും അത് അവരുടെ കനിവാ. ഇപ്പോ നീ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ ദൈവം എനിക്ക് മുന്നിൽ തന്നൊരവസര അതിനൊക്കെ പകരം ചെയ്യാൻ. ചേച്ചി, എന്നിൽ നിന്നുള്ള സഹായം വരുൺ നിഷേധിച്ചോട്ടെ, പക്ഷെ വരുൺ അറിയാതെ നീ അത് സ്വീകരിക്കണം. വേണ്ട ചേച്ചി, വരുൺ അറിയാതെ വരുൺ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ സ്വീകരിക്കില്ല. ഈ പ്രശ്നങ്ങളൊക്കെ വരുൺ മറികടക്കും. അതിനുള്ള ധൈര്യം വരുന്നുണ്ട്. ഇപ്പോഴത്തെ തളർച്ചയൊന്നും കാര്യമാക്കണ്ട. ഞാൻ കൂടെയിരിക്കും. പറഞ്ഞ് വരുണിനെ പഴയതുപോലെ ആക്കും. കണിമംഗലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഞങ്ങളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെങ്കിലും കണിമംഗലം തിരിച്ചു പിടിച്ച് അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നു. അത് ഞങ്ങൾക്ക് പാലിച്ചേ പറ്റൂ. ഞാൻ വേറെ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ അമ്മയൊന്ന് കാണണം. അമ്മ എന്നെ തേടി വന്ന ശേഷം എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത്? ആദ്യം അമ്മ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ നിഷേധിച്ചു. പിന്നെ ദൈവം എന്നെ തിരുത്തി അമ്മയുടെ അടുത്ത് എത്തിച്ചു. അമ്മ എന്നെ സ്നേഹിച്ച് കൂടെ നടന്നു. പക്ഷെ പിന്നെ അമ്മയെ നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തോന്നുന്ന രീതിയിൽ ചില സംഭവങ്ങൾ. എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ അമ്മയുടെ ചിത കത്തിക്കുക പോലും ചെയ്തു. എല്ലാം അവിടെ അവസാനിച്ചൊന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാ അമ്മയുടെ മടങ്ങി വരവ്, എന്നെ കാണാനുള്ള മടങ്ങി വരവ്. അത്രയും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് അമ്മ പുറത്തു വന്നിട്ട് എന്റെ കൺമുന്നിൽ നിന്ന് ചേച്ചി അവർ വീണ്ടും അമ്മയെ കൊണ്ടുപോയത്. ഏതൊർക്കത്തിലും ആ കാഴ്ച എന്നെ വേട്ടയാടുന്നത്. ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ അമ്മയും അമൃത മാഡത്തിനെയും എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. അതിലും വലിയ സന്തോഷം ഇപ്പം എനിക്കില്ല. വരുൺ അതിൻ്റെ പുറകെ പോയിരിക്കായിരുന്നു. പക്ഷെ വരുണ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വരുണിന്റെ മാനസികമായിട്ടുള്ള തളർച്ച മാറിക്കഴിഞ്ഞാൽ വരുണിനെ മുന്നോട്ട് വിടണം. അച്ഛനമ്മമാർക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. എൻ്റെ അമ്മ എൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തിത്തരാൻ ചേച്ചിക്ക് പറ്റുമോ? ചെയ്യാം. ഇന്ന് മുതൽ ഞാൻ അതിന്റെ പിറകെ ഇറങ്ങാം. കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഞാൻ എല്ലാവരെയും വിളിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു തുമ്പും കിട്ടിയില്ലല്ലോ. പക്ഷെ നമ്മൾ തുമ്പുണ്ടാക്കും, അന്വേഷിക്കും. ഒരു ദിവസം ഞാൻ നിന്റെ മുൻപിലേക്ക് വരുമ്പോ നിന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടാവും. ചേച്ചി പറഞ്ഞ എനിക്ക് വിശ്വാസം.